എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് വന്ദനം അറിയിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കുറച്ച് പദപ്രയോഗങ്ങളാണെന്ന് ലോകം അവസാനിക്കാൻ പോകുന്നു, എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നു, ഏകലോക ഗവൺമെന്റ് ആ സംവിധാനം ഉരുവാകാൻ പോകുന്നു, പിശാചിന്റെ മുദ്രയായ 666 സകല മനുഷ്യരിലേക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു, കർത്താവ് ഇത്രയും വേഗം വെളിപ്പെടാൻ പോകുന്നു, ഗോഗ് മഗോഗ് യുദ്ധങ്ങൾ നടക്കാൻ പോകുന്നു, അർമ്മഗദോൻ യുദ്ധം നടക്കാനായിട്ട് ഭൂമി ഒരുങ്ങുന്നു. എങ്ങനെയുള്ള കുറേ പദങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ ശക്തമായ നിലയിൽ വ്യാപിക്കുകയും അതിൻ്റെ സ്വാധീനത്തിൽ ജനലക്ഷങ്ങൾ ഇന്ന് തുടരുകയും ചെയ്യുന്നു. ഒരർത്ഥത്തിൽ ഭയചകിതരായി, സംശയാലുക്കളായി, ലഭിച്ച രക്ഷയുടെ സന്തോഷം പോലും അനുഭവിപ്പാൻ കഴിയാതെ നിരാശരായി സ്വർഗത്തിൽ പോകുമോ, പിശാചിൻ്റെ കയ്യിൽപ്പെടുമോ, 666 മുദ്രയേൽക്കുമോ, ആൻറ്റി ക്രൈസ്റ്റ് വരുന്നുണ്ടല്ലോ, ഇങ്ങനെയുള്ള ധാരാളം വിഷയങ്ങൾ നമ്മുടെ ഇടയിൽ വളരെ പോപ്പുലറാണ്. ഇതിലേക കാരണം വേദപുസ്തകം എഴുതിയ രീതിയെ, ആ എഴുത്തുകാർ എന്തിനു വേണ്ടി എഴുതി, ആർക്കെഴുതി, എന്ത് പശ്ചാത്തലത്തിൽ എഴുതി എന്ന കാര്യം ബോധം ഉണ്ടെങ്കിൽ പോലും ബോധപൂർവം ഒഴിവാക്കുന്ന വേദപുസ്തക പണ്ഡിതന്മാർ, മതനേതാക്കന്മാരാണ് ഇതിനെല്ലാം കാരണം ജനത്തെ പേടിയിലും ആശങ്കയിലും സംശയത്തിലും നിർത്തിയാൽ മാത്രമേ മതത്തിന് നിലനിൽക്കാൻ കഴിയത്തുള്ളൂ, സംഘടനകൾക്ക് നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന വിഷയം, ഈ കഴിഞ്ഞിടയ്ക്ക് എന്നോട് ഒരാൾ ചോദിച്ചു, ഈ അധർമ്മമൂർത്തി ആരാണ്? പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം അഡ്വാൻസ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ വീഡിയോയിലൂടെ, യൂട്യൂബിലൂടെ 2 നിലയിലാണ് നമ്മൾ പഠനങ്ങൾ ഒന്ന് ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നു, ജസ്റ്റ് ഒരു ഫോർടേസ്റ്റിന് വേണ്ടി, ഒരു ആസ്വാദനത്തിന് വേണ്ടി, ജസ്റ്റ് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി മാത്രമുള്ള ചെറിയ വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട്. എന്നാൽ അല്പം ദൈർഘ്യമുള്ള ഡീപ്പായിട്ടുള്ള വചന പഠനവും നമ്മുടെ ഇടയിൽ, നമ്മുടെ യൂട്യൂബിലൂടെ നമ്മൾ ചെയ്യാറുണ്ട്. ഇത് രണ്ടും ഞാൻ ചെയ്യുന്നതിൻ്റെ കാരണം ചില കാര്യങ്ങൾക്ക് കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ട്. ഇപ്പം അധർമ്മമൂർത്തി എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ പഠിക്കാൻ പോകുമ്പോൾ ഞാൻ ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ടോ ഇത് തീർക്കാൻ പറ്റത്തില്ല. 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം നമുക്കിതിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത് കേൾക്കാനായിട്ട് നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ എല്ലാവർക്കും എന്നല്ല, പലർക്കും പറ്റാതെ വരുന്നത് കൊണ്ട് ജസ്റ്റ് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ വിഷയം ചെയ്യാൻ പോകുന്നത്. എന്നോട് ചോദിച്ചു, ബ്രദർ, ഈ അധർമ്മമൂർത്തി ആരാണ്, എന്തുവാണ് ഈ അധർമ്മമൂർത്തിയെക്കുറിച്ചുള്ള, ഞാൻ അതിനെക്കുറിച്ചൊരു ഇൻഡിക്കേഷൻ മാത്രം നിങ്ങളുടെ മുമ്പിൽ തന്നിട്ട് ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യും. 2 തെസ്സലോനിക്ക ലേഖനത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുന്നത്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ദൈവവചനത്തെ മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലോ വിദേശത്താണ്, കേരള മലയാളിയായ ഒരു സഹോദരൻ, അദ്ദേഹം വളരെ ആഴമായ നിലയിൽ എബ്രായ റൂട്ടൊക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഞാൻ ചിലത് ശ്രദ്ധിക്കാറുണ്ട്. അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇവരെല്ലാവരും തന്നെ എബ്രായ റൂട്ട് പഠിച്ചാലും എബ്രായിക് പശ്ചാത്തലം പഠിച്ചാലും എന്തെല്ലാം ചെയ്താലും എസ്കറ്റോളജിക്കൽ വ്യൂവിൽ വരുമ്പോൾ ഇവർക്ക് കൃത്യമായ നിലയിൽ ഒരു ബോധം അല്ലെങ്കിൽ ആ ബോധ്യം ഇല്ലാതെ പോകുന്നോ അതോ മനഃപൂർവ്വം അവർ അഭിനയിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത്രയും വലിയ കഴിവുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ഈ തിരുവെഴുത്തുകളെ പശ്ചാത്തലത്തിൽ മനസ്സിലാകുന്നില്ല? തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം ഒരു പ്രവചന പുസ്തകമല്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ ലേഖനം ഒരു പ്രോഫസി അല്ല, മറിച്ച് തെസ്സലോനിക്ക സഭയെയും കൂടെ ബാധിക്കാൻ സാധ്യതയുള്ള അവരുടെ നിയർ ഫ്യൂച്ചറിൽ, അബൌട്ട് മെലോ എന്ന് പറയും, വരാൻ പോകുന്ന, വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കാൻ പോകുന്ന ചില ഇവൻസുകളെ ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് മുന്നറിയിപ്പായിട്ട് കൊടുക്കുന്ന ലേഖനമാണ് അപ്പോസ്തലനായ പൗലോസ് ഈ തെസ്സലോനിക്ക ലേഖനത്തിലൂടെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അത് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ഞാനതിന് പറയാൻ ആഗ്രഹിക്കുന്നത്, തെസ്സലോനിക്ക 2-ാം അധ്യായത്തിലേക്ക് നോക്കിക്കേ, അധർമ്മമൂർത്തി എന്നൊരു സംഭവമുണ്ട്, മാൻ ഓഫ് ലോലെസ്നെസ്. എപ്പോഴും ശ്രദ്ധിച്ചിടാം, മാൻ ഓഫ് ലോലെസ്നെസ്. ഇതിനെക്കുറിച്ച് ആളുകൾ പറയുന്നത് അദ്ദേഹം ഇറാഖിൽ നിന്ന് വരുന്ന അന്തിക്രിസ്തുവാണ്, റഷ്യയിൽ നിന്ന് വരുന്ന അന്തിക്രിസ്തുവാണ്, റോമിൽ നിന്ന് വരുന്നത്. നമുക്ക് ഒരുപാട് ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റും. ഞാൻ ഓപ്പണായിട്ട് പറയാം, ഞാൻ വേദപുസ്തകത്തെ മനസ്സിലാക്കുന്നത് എല്ലാം പെർഫെക്റ്റ് ആണ്, കംപ്ലീറ്റ് ആകുന്നില്ല. 100% എൻ്റെ എക്സിജസിനകത്തും പരിമിതികളുണ്ട്. കാരണം എൻ്റെ അറിവ് അത്രയ്ക്ക് വലുതല്ല, ചെറിയ.
രണ്ട് രീതിയിലാണ് നമ്മൾ ബൈബിളിനെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഒരു പ്രസംഗം നിങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് എക്സജസിസ് എന്ന് പറയും. എക്സജസിസ് മീൻസ് എക്സജസിസ് ആൻഡ് ഐസിജസിസ് എന്ന് പറയും. രണ്ട് രീതിയിലാണ്. എക്സജസിസ് മീൻസ് വേർഡ് ഓഫ് ഗോഡിന് വേർഡ് ഓഫ് ഗോഡ് കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു തിരികല്ലിനെ കുറിച്ച് ഞാനൊരു വ്യാഖ്യാനമൊന്നും കൊടുത്തില്ല, മറ്റു വേദഭാഗങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അതിന്റെ ആശയത്തെ വ്യക്തമാക്കാൻ പറ്റും. കേൾക്കാത്തവർ യൂട്യൂബിൽ പോയി അത് കേൾക്കുക. കാരണം നമ്മളെല്ലാവരും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ മക്കാർക്ക് ഇടർച്ച വരുത്തി അവനെ കഴുത്തെ തിരികെ കെട്ടി അങ്ങ് കടലിൽ കളയുക എന്ന് പറയുമ്പോൾ മനുഷ്യനെ കൊന്നു കളയാല്ല, പോട്ടെ, അങ്ങനല്ല. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ജെറുസലേമാണ്, അല്ലെങ്കിൽ ലോയിൽ ന്യായപ്രമാണം എന്ന തിരികല്ലിനകത്ത് കഴുത്തി കുടുങ്ങി കിടക്കുന്ന ജനതയാണ് എന്നുള്ള അർത്ഥത്തിലാണതെന്ന് മനസ്സിലാക്കണം. സോ അതുപോലെ വി നീഡ് ടു എക്സസൈസസ് മീൻസ് ഇന്റർപ്രറ്റിംഗ് ബൈബിൾ വിത്ത് ദ ബൈബിൾ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് പറയാനുള്ള, ഞാൻ എൻ്റെ ചിന്ത പറയാനും കമൻട്രികൾ പറയുന്നൊന്നും പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോക്കി, വളരെ സിമ്പിളായിട്ട് നോക്കി. രണ്ടാം അധ്യായത്തിന് 1 മുതൽ ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. 2 കാര്യം, അവന്റെ പ്രത്യക്ഷത, 2 അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനം. ഇത് നിങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്താ വരുന്നത്? കർത്താവ് പ്രത്യക്ഷപ്പെടും, നമ്മളെല്ലാവരോടും അങ്ങോട്ട് മേഘങ്ങളിടുക. അതല്ല അതിന്റെ അർത്ഥം. അവന്റെ പ്രത്യക്ഷത ദ പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് ഹിസ്, അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനം എന്നത് കൊടുത്തിരിക്കുന്ന യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: സഭായോഗം, ഒരുമിച്ച് കൂടുക എന്നുള്ളത്. അതായത് യേശു ക്രിസ്തുവിന്റെ പ്രസൻസ്, കർത്താവിന്റെ പ്രത്യക്ഷത. ഈ പ്രത്യക്ഷതയുടെ അക്കൂട്ടത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു? അവിടുത്തെ വിശുദ്ധന്മാർ അവിടുത്തെ ശരീരത്തിലേക്ക്, അവിടുത്തെ ആലയമായി ഒരുമിച്ച് കൂടുന്ന അനുഭവമാണ്. നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുതെന്ന് നമ്മൾ എബ്രായ ലേഖനം 10 വായിക്കുന്നില്ലേ? അതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്ന സമാഗമനം എന്ന് പറഞ്ഞാൽ. സഭായോഗത്തിന് നമ്മൾ മധ്യാകാശത്തിലാണോ പോകുന്നത്? അല്ലല്ലോ. നമ്മൾ എവിടെയെങ്കിലും വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുകയല്ലേ ചെയ്യുന്നത്. സോ ദേ ആർ ഗ്യാദറിംഗ് ടുഗദർ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഒരുമിച്ച് കൂടുക എന്നുള്ള അർത്ഥമാണ്. ഞാൻ അതിനെക്കുറിച്ചുള്ള വിശദീകരണം പിന്നൊരു അവസരത്തിൽ നിങ്ങൾക്ക് തരുന്നതാണ്. ഞാനിന്ന് പറയാൻ ആഗ്രഹിച്ചത് മറ്റൊരു പ്രധാന കാര്യമാണ്. കർത്താവിന്റെ നാൾ അടുത്തിരിക്കും. ശ്രദ്ധിച്ചുകട്ടെ, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. ശ്രദ്ധിച്ചു നോക്കിയേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച്, അതായത് അവന്റെ പ്രത്യക്ഷതയെക്കുറിച്ച്, അവന്റെ സമാഗമനത്തെക്കുറിച്ച് ഞങ്ങൾ എഴുതി എന്ന് പറയുന്ന വല്ല ലേഖനത്താലോ വല്ല ആത്മാവെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ വന്ന് പ്രവചിച്ചാലോ, അതായത് ഈ ആത്മാവിനാലെന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി ഞാൻ പ്രവചിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവ് വന്നു, ഇതൊക്കെ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ സൂക്ഷിച്ചോണം. അടുത്തൊരു കാര്യം പ്രധാനമായിട്ട് ഞാൻ ചോദിച്ചോട്ടെ, കർത്താവിന്റെ സമാഗമനത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി നിങ്ങൾ പറയണം. യേശു ക്രിസ്തു ഇന്നത്തെ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രെറ്ററിസം അല്ല, മറിച്ച് ഫ്യൂച്ചറിസ്റ്റിക് വാദികളായ സഹോദരന്മാർ, അല്ലെങ്കിൽ ഭാവിയിൽ ഇത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും പ്രസംഗിക്കുകയും ജാഗരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, അവരോട് യേശു ക്രിസ്തു വന്നു എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും വിശ്വസിക്കത്തില്ല. ഒരു ലേഖനം പൗലോസ് എഴുതി, സ്വർഗത്തിൽ നിന്ന് എഴുതി, ഇപ്പം ദൂതന്റെ കൈ കൊടുത്തു വിട്ടെന്ന് പറഞ്ഞാലും ഈ ഫ്യൂച്ചറിസ്റ്റിക് ആളുകൾ ഇത് വിശ്വസിക്കുന്നില്ല. എന്തിനാ? യേശു ക്രിസ്തു അപ്പോസ്തലന്മാർ പറഞ്ഞ പോലും വിശ്വസിക്കാത്ത പുള്ളികളാണ്. ഞാൻ ചോദിക്കും, എന്തുകൊണ്ട് അവർ വിശ്വസിക്കുന്നില്ല? യേശു ക്രിസ്തു വന്നു കഴിഞ്ഞു എന്ന്, അല്ലെങ്കിൽ യേശു വന്നു എന്ന് ഇവിടുത്തെ ബ്രദറൻകാരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. അതായത് ഇന്നലെ യേശു വന്നു, ഇപ്പോൾ AD 70 കാര്യമല്ല ഞാൻ പറഞ്ഞു. യേശു ക്രിസ്തു ഇന്നലെ തലേരാത്രി വന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ചില്ല. അപ്പൊ അവരാദ്യം ചോദിക്കും, സഭ എടുക്കപ്പെട്ടിട്ടില്ലല്ലോ, ആദ്യത്തെ ചോദ്യം. 2, യെരുശലേം ദേവാലയം പണിയപ്പെട്ടിട്ടില്ലല്ലോ. 3, ആന്റി ക്രൈസ്റ്റ് വെളിപ്പെട്ടിട്ടില്ലല്ലോ. 4, സഭയിലെ ഉള്ള ആളുകൾ ഉൽപ്രാപണം നടന്നില്ലല്ലോ, റാപ്ചർ നടന്നില്ലല്ലോ. അപ്പൊ എല്ലാ വിശ്വാസികളും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് കർത്താവിന്റെ വരവെന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ, കർത്താവിന്റെ വരവോടെ ബന്ധത്തിൽ നമ്മൾ അറിയുന്നത് നമ്മുടെ ഒരു കൂട്ടം ആളുകൾ ഇവിടുന്ന് അപ്രത്യക്ഷരാകും. ഞാൻ ഈ പറഞ്ഞ വളരെ ശ്രദ്ധിക്കണം, അപ്രത്യക്ഷരാകും. നമ്മുടെ ഭാവികാല വേദശാസ്ത്രം അനുസരിച്ച് നമ്മൾ ഇതിന്റെ പിക്ചർ കണ്ടിട്ടുണ്ട്. വിമാനങ്ങൾ തമ്മിൽ താഴെ വീഴുന്നു, ട്രെയിനുകൾ മറിയുന്നു, കാറുകൾ കൂട്ടിയിടിക്കുന്നു, വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, ആയിരങ്ങൾ കൊല്ലപ്പെടുന്നു. ഇങ്ങനെയുള്ളതെല്ലാം കൂടെ നടക്കണം. കാരണം കർത്താവ് യേശു ക്രിസ്തു വന്നെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. കാരണം നമ്മുടെ എല്ലാം മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ചിത്രം ഇതെല്ലാമാണ് അതിൻ്റെ കൃത്യമായ തെളിവുകൾ. പക്ഷെ തെസ്സലോനിക്കയിലെ പാവങ്ങൾക്ക് ട്രെയിൻ മറിയുന്നതിനെ കുറിച്ച് അറിയത്തില്ല,
വിമാനം തലയും കുത്തി വീഴുന്നതിനെ കുറിച്ച് അറിയത്തില്ല. ഇവർക്കൊന്നും അറിയത്തില്ല. അപ്പോസ്തലനായ പൗലോസിന് പോലും അറിയത്തില്ല, പാവങ്ങൾക്ക്. അവർക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ എഴുതി എന്ന് പറയുന്ന ലേഖനത്താലോ വല്ല ആത്മാവിനാലോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരിക്കൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, വല്ല വിധേന ഭാവത്തിൽ ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളങ്ങുകയും ഞെട്ടിപ്പോവുകയും അരുതെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പ്രത്യക്ഷത സംഭവിച്ചു, കർത്താവിന്റെ സമാഗമനം നടന്നു കഴിഞ്ഞു എന്നുള്ള ആരെങ്കിലും ഒരു മെസ്സേജ് കൊടുത്താൽ നിങ്ങൾ അതിനകത്ത് വ്യാകുലപ്പെടരുത്, ഞെട്ടിപ്പോകരുത്, സുബോധം വിട്ട് ഇളകരുത്. ഞാൻ പറഞ്ഞതിന്റെ ആശയം പിടികിട്ടിയോ നിങ്ങൾക്ക്? ഒന്നുകൂടെ ഞാൻ പറയാം, ഒറ്റവാക്കി പറയാം. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ ഉണ്ടാകുന്ന തെളിവുകൾ എന്താണ്? സഭ എടുക്കപ്പെടും. അപ്പം തെസലോനിക്കരോട് പറയാം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഞെട്ടിപ്പോകരുത്. കർത്താവിന്റെ പ്രത്യക്ഷത സംഭവിക്കുമ്പോൾ നമ്മൾ പിന്നെ വിശുദ്ധന്മാർ ഈ ഭൂമിയെ കാണത്തില്ല. വിശുദ്ധന്മാർ ഈ ഭൂമി കാണാതിരിക്കുന്നതാണ് കർത്താവ് വന്നതിന്റെ തെളിവ്. കൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങൾ ബോധ്യമുള്ളവരായിരിക്കണം എന്ന് പറയാതെ വല്ല ആത്മാവിനാലോ വല്ല ലേഖനത്തെന്ന് പറഞ്ഞാൽ ഒരു പ്രവചനം കൊണ്ടും ഒരു ലേഖനങ്ങൾ കൊണ്ടും ആളുകളെ തിരുത്താൻ പറ്റുന്ന നിലയിലായിരുന്നു കർത്താവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ചും സമാഗമനത്തെക്കുറിച്ചുള്ള സന്ദേശം. അതിന് ഇന്റർനാഷണൽ ന്യൂസ് വായിക്കേണ്ട, BBC ന്യൂസ് കാണേണ്ട ആവശ്യമില്ല. അത് യെരുശലേമിലേക്ക് കണ്ണു നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. യെരുശലേം പണിയുന്നൊന്നും ഒന്നുമില്ല ഇതിനകത്ത് ബന്ധം. കർത്താവിന്റെ സമാഗമനത്തെക്കുറിച്ചും പ്രത്യക്ഷതയെക്കുറിച്ചുമുള്ള തെസലോനിക്കരുടെ അറിവ് അവരുടെ വിശ്വാസത്തെ ഇളക്കാൻ ഒരു പ്രവചനത്തിനോ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ എന്ന് പറയുന്ന ഒരാൾക്കോ അപ്പോസ്തലനായ പൗലോസ് എഴുതിയുന്ന ലേഖനങ്ങൾ കൊണ്ടോ അവരെ ഇളക്കാൻ പറ്റും. കാരണം നമ്മളോ നമ്മുടെ സമൂഹമോ ഇന്ന് പഠിപ്പിക്കുന്ന ഒന്നും അപ്പോസ്തലനായ പൗലോസോ തെസലോനിക്കോ സഭയോ പഠിച്ചിരുന്നില്ല, പഠിപ്പിച്ചിരുന്നില്ല. ഇത് നിങ്ങളുടെ മനസ്സിൽ മറക്കരുത്. കർത്താവ് യേശു ക്രിസ്തു വന്നോ എന്നതിന് ഇന്നത്തെ തെളിവെന്തോ? പാസ്റ്ററെ വിളിച്ചു ചോദിക്കണം, അല്ലെ നമ്മുടെ ചർച്ചയുടെ ഏറ്റവും അടുത്തുള്ള വിശ്വാസികളെ വിളിച്ചു ചോദിക്കണം. അവരില്ലല്ലോ, അവർ പോയല്ലോ, കാണാനില്ല. അപ്പൊ അവരുടെ വീട്ടിലേക്ക് ആളുകൾ തിരക്ക് ചെല്ലുന്നു. തിരക്ക് ചെല്ലുമ്പോൾ അവർ ഇട്ടിരിക്കുന്ന വസ്ത്രം വരെ താഴെ കിടന്നിട്ട് അവർ മറുരൂപമായി പോയി കഴിഞ്ഞു. അപ്പൊ പിന്നെ ഒരു പ്രവചനത്തിന്റെ ലെറ്റർ കൊണ്ട് മാറ്റുമല്ല, ഈസി ആയിട്ട് തെളിവുകളില്ലേ? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞ ലോജിക്ക് പിടികിട്ടുന്നുണ്ടോ? അപ്പൊ തെസലോനിക്ക സഭയോട് പറയാം, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് ഈ ലേഖനം കണ്ടും പ്രവചനം കണ്ടിട്ട് തെറ്റിപ്പോകരുത്, ഞെട്ടിപ്പോകരുത്. എന്തൊരു ബ്യൂട്ടിഫുൾ ആ നോക്കി. ഈ ഒരൊറ്റ വാക്യം കൊണ്ട് നമ്മൾ ഇവിടുത്തെ യേശുക്രിസ്തുവിന്റെ വരവെന്ന് പറയുന്ന സംഭവത്തിന്റെ തെളിവും അതും ഇതുമൊക്കെ പറയുന്ന മുഴുവൻ പ്രസംഗവും താഴെപ്പും. ഒറ്റ വാക്യം കൊണ്ട്. 2 തെസലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഈ ഫ്യൂച്ചറിസ്റ്റിക് വാദികളുടെ യേശുക്രിസ്തുവിന്റെ വരവിനെ സംബന്ധിച്ചുള്ള തെളിവുകളുടെയും ആ ആശയങ്ങളുടെയും കടക്കൽ ഇട്ട ആറ്റം ബോംബാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാം. മലയാളി ക്രൈസ്തവരായ പെന്റിക്കോസ്റ്റൽസ്, കരിസ്മാറ്റിക്, ഇപ്പൊ കത്തോലിക്കർക്ക് എല്ലാം ഈ രോഗം തുടങ്ങിയിട്ടുണ്ട്. അവർക്കില്ലായിരുന്നു അനേക വർഷങ്ങളായിട്ട്. ഓർത്തഡോക്സുകാർക്ക് എല്ലാം. പിന്നെ ഈ നിക്കാവിശ്വാസ പ്രമാണം എന്നൊരു പ്രമാണം അവിടെ ഉള്ളത് കൊണ്ട്, അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടും നിക്കാവിശ്വാസ പ്രമാണം പൂർണ്ണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിക്കാവിശ്വാസ പ്രമാണം ഇൻസ്പയർഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അന്നത്തെ സഭാപിതാക്കന്മാർക്ക് ലഭ്യമായ അറിവ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? ഈ ചില ആളുകൾ ചോദിക്കാറുണ്ട്, കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? സത്യം. യേശുക്രിസ്തുവിന്റെ വരവ് എന്തുകൊണ്ട് AD 70 ശേഷം സഭാപിതാക്കന്മാരാരും ഇതിനെക്കുറിച്ച് എഴുതാഞ്ഞു? അവരുടെ അനേകരുടെ വിശ്വാസം തണുത്തുപോയി. കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച ആ ഫെയ്ത്ത് തണുത്തു പോയത് കൊണ്ടാണ്, ഇല്ലാതായി പോയത് കൊണ്ടാണ് പിൽക്കാലത്ത് ഇത് കൂടുതൽ എഴുതപ്പെടാത്തത്. ചില ഹിസ്റ്റോറിയൻസ് ഒക്കെ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിന് മടങ്ങിവരവിനെ കുറിച്ചുള്ള സംഭവിച്ചു എന്നതിനെക്കുറിച്ച്, കർത്താവിന്റെ നാൾ അടുത്തു എന്നതിനെക്കുറിച്ച് അവരെ വഞ്ചിക്കാൻ ഈസിയായിട്ട് പറ്റും. കാരണം ദൈവത്തിന്റെ സഭയ്ക്ക് അങ്ങനെ ഒരു ഉപദേശമാണ് കൃത്യമായി അപ്പോസ്തലന്മാർ കൊടുത്തത്. നമ്മുടെ ആളുകളെ ഒന്നും പെട്ടെന്ന് ചതിപ്പിക്കാൻ കളിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകൾ ചോദിക്കാറുണ്ട്, കർത്താവ് വന്നതിന്റെ തെളിവെന്താണ്? കർത്താവ് വന്നതിന്റെ തെളിവെന്താ? പിന്നെ സഭ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ സ്വർഗത്തിലാണോ? കാരണം ഇതെല്ലാം അവരുടെ തെളിവുകൾ. ഇതൊന്നും തെസലോനിക്കർക്ക് അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, തെസലോനിക്കർക്ക് ഈ പഠനങ്ങളില്ലായിരുന്നു. അപ്പോസ്തലന്മാർ അത് പഠിപ്പിച്ചിരുന്നില്ല. അടുത്ത വാക്യം, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യത്തെ ചോദ്യം പറയാം, നിങ്ങളെ ആരും ചതിക്കരുത്. അടുത്ത വാക്യം, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും ചെയ്യണം. വളരെ ശ്രദ്ധിച്ചേക്കണം. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. വിശ്വാസത്യാഗം എന്നതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം റിബലിയൻ. ആദ്യമേ കലഹമുണ്ടാകണം, റിവോൾട്ട്. സംശയാലുക്കളായ തോമസുമാർ എൻ്റെ പ്രസംഗം കേൾക്കുന്നെങ്കിൽ യു ജസ്റ്റ് ഗോ ടു ദ
ഗ്രീക്ക് ഡിക്ഷണറി, ബൈബിൾ ഹബിലോ സ്ട്രോങ്സിലോ തയേഴ്സിലോ ഏതെങ്കിലും, അല്ലെങ്കിൽ വൈൻസ് ഡിക്ഷണറി ഉണ്ട്. യു ജസ്റ്റ് ഗോ ത്രൂ ദ ഡിക്ഷണറീസ് ആൻഡ് ചെക്ക് ഇറ്റ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് വേർഡ്സ്? വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അറിയുമോ? കർത്താവിന്റെ വരവിന് മുൻപ് അനേകർ വിശ്വാസത്തിൽ നിന്ന് അങ്ങ് പോകുമെന്ന്, അനേകർ പിന്മാറ്റത്തിൽ പോകുന്നു. അല്ല, ഇവിടെ പിന്മാറ്റത്തിൽ പോകുന്നല്ല. ആദ്യമേ റിവോൾട്ട് നടക്കണം, ആദ്യമേ കലഹം ആരംഭിക്കണം. AD 66 നിങ്ങൾക്കറിയാമോ, കൃത്യമായ നിലയിൽ സീലറ്റ്സ് മൂവ്മെന്റ്സും, അതായത് യഹൂദന്മാരുടെ ഇടയിലുള്ള കലാപകാരികളായ സീലറ്റ്സ് എന്ന് പറയുമ്പോൾ എരിവുകാർ എന്നൊക്കെ പറയും. നമ്മുടെ ഇസ്കരിയത്ത് യൂദയൊക്കെ ആ ഗ്രൂപ്പിൽപ്പെട്ടവരാ, കലഹക്കാർ. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നക്സലറ്റുകളെ പോലെയുള്ള ഭയങ്കരമായ ഒരു ഗ്രൂപ്പ് സീലറ്റ്സ്. അവരെഴുന്നേറ്റു, റോമിനെതിരെ കലാപം തുടങ്ങി. കർത്താവിന്റെ അപ്പോസ്തലൻ പറയാണ്, ആദ്യമേ കലഹമുണ്ടാകണം, അല്ലാതെ ആദ്യമേ പിന്മാറ്റത്തിൽ പോകണമെന്നല്ല. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ സഹോദരന്മാരിൽ ചില കാതലിക് സഭയിലേക്ക് പോയി. ഒരു സമയത്ത് എനിക്കും എൻ്റെ മനസ്സിലും ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഇതൊക്കെ എന്തുവാണ്? അപ്പൊ ഇതിനെക്കുറിച്ച് പൊതുവായിട്ട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അയ്യോ അത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. അന്ത്യകാലത്തിന്റെ എന്ത് ലക്ഷണം? വിശ്വാസത്യാഗം സംഭവിക്കുന്നു. ആലോചിച്ച് നോക്കണേ. അപ്പൊ ഈ ഒരു ചർച്ചിൽ നിന്ന് വേറൊരു ചർച്ചിലേക്ക് മതം മാറിപ്പോയതല്ല, കർത്താവിനെ കളഞ്ഞിട്ട് പോയതുമല്ല. ഒരു വിശ്വാസ പ്രമാണം മനസ്സിലായിട്ട് വേണ്ടെന്ന് വെച്ചാൽ അപ്പുറത്തോട്ട് പോകും ഉടനെ. അത് വിശ്വാസത്യാഗമല്ല പ്രിയപ്പെട്ടവരെ, നേരത്തെ സംഭവിച്ച ത്യാഗത്തിൽ നിന്നുള്ള ഒരു മടങ്ങിവരവാണ്. ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ അത് വിടുക, നിങ്ങൾക്ക് ആർക്കും വിഷമം ഉണ്ടാക്കണ്ട. നമുക്ക് നമ്മുടെ ഫെയ്ത്ത് ക്രിസ്തുവിൽ വെച്ചിരിക്കുക. അപ്പൊ ഇവിടെ ആദ്യമേ കലഹമുണ്ടാകണം, റിവോൾട്ട് ആരംഭിക്കണം. റോമിനെതിരായി, റോമൻ ഭരണാധികാരികൾക്കെതിരായി യഹൂദന്മാരുടെ ഇടയിൽ നിന്നുള്ള നമ്മുടെ മക്കാബിയ സഹോദരന്മാർ, വേണമെങ്കിൽ പറയാം ഹസ്മോനിയൻ രാജവംശത്തിൽപ്പെട്ടവരാണ്. അതുമായിട്ട് ഒരു പിന്തുടർച്ച ഇതിനകത്തുണ്ട്. മറ്റേ ഏതാ സീലറ്റ്സ് മൂവ്മെന്റ്സ്, സിക്കാരികൾ, കലഹക്കാർ, ഇവർ ശക്തമായ നിലയിലെതിരായി. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് റോമിലെ സൈന്യവുമൊക്കെ പിൽക്കാലത്ത് യെരുശലേമിലേക്ക് വരികയും യെരുശലേമിനെ ഉപരോധിക്കുകയും യെരുശലേം ദേവാലയം നശിക്കുന്നതിന്റെ എല്ലാം കാരണക്കാർ ഈ യഹൂദന്മാരായ മത്സരികൾ. അതിനെക്കുറിച്ചാണ് ദാനിയേലിന്റെ പ്രവചനം 9-ാം അധ്യായത്തിന് 24 മുതൽ വാക്യങ്ങൾ വായിക്കുന്നത്. പ്രഭുവിന്റെ ജനം, വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ ജനം പട്ടണത്തെ നശിപ്പിക്കും. വരുവാനിരിക്കുന്ന പ്രഭു ക്രൈസ്റ്റാണ്, അല്ലാതെ അന്തിക്രിസ്തു ഒന്നുമല്ല. ആന്റിക്രൈസ്റ്റിന്റെ ആളുകളല്ല യെരുശലേമിന്റെ നാശത്തിന് കാരണം. യെരുശലേം എന്ന ദേവാലയത്തിന്റെയും ജനത്തിന്റെയും നാശത്തിന്റെ ഏക കാരണം യഹൂദന്മാരാ. പ്രഭുവിന്റെ ജനം, ആ പ്രഭു ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ ജനത യഹൂദ ജനത, യഹൂദ ജനതയാണ് അതിന് നാശത്തിന് കാരണം. അപ്പം ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. ദാറ്റ് ഈസ് നോട്ട് ബാക്ക് സ്ലൈഡിങ്, ദാറ്റ് ഈസ് റിവോൾട്ട്. പ്ലീസ് ചെക്ക് വിത്ത് ദ ബൈബിൾ. അടുത്ത വാക്യം, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അപ്പം നാശയോഗ്യൻ ആരാണ്? നാശയോഗ്യം എന്ന് പറഞ്ഞാൽ ദ മാൻ ഓഫ് ഡിസ്ട്രക്ഷൻ, നാശത്തിന്റെ കാരണക്കാരൻ. നാശയോഗ്യൻ എന്നല്ല, മാൻ ഓഫ് ഡിസ്ട്രക്ഷൻ. അവൻ കാരണമാണ് ഡിസ്ട്രക്ഷൻ. നമുക്ക് ഒരുപാട് വാർ ഓഫ് ദി ജൂസ് വായിക്കുമ്പോൾ ഒരുപാട് എലിയാസർ, ബെൻ അനന്യാസ്, അതുപോലെ ജോൺ ഗിസ്ഗാല തുടങ്ങിയ കുറെ കലാപകാരികളായ ലീഡേഴ്സ് ഉണ്ട്. ഇവരെല്ലാം കൂടെ ജനത്തെ വശീകരിച്ച് കള്ള വർത്തമാനം പറഞ്ഞ്, പ്രത്യേകിച്ച് ഈ റിവോൾട്ട് ഉണ്ടാകുന്ന സമയം അത് പെസഹായുടെ സമയമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ യെരുശലേമിൽ എത്തിയിട്ടുണ്ട്. അനേക ആളുകൾ പട്ടണത്തിനകത്ത് കയറി വന്ന് യെരുശലേം ദേവാലയത്തിൽ അഭയം പ്രാപിച്ചു. ഈ സമയത്താണ് റിവോൾട്ട് ആരംഭിക്കുന്നത്. യെരുശലേമിന്റെ ഉപരോധം ആരംഭിക്കുന്നത്. ജനത്തിനകത്ത് കുടുങ്ങിപ്പോയി, പട്ടണത്തിന് വെളി വരാൻ പറ്റാതായി. ഇവരെ വഞ്ചിച്ച ഒത്തിരി പേരുണ്ട്. അപ്പൊ യെരുശലേം ദേവാലയത്തിന്റെ ഏറ്റവും അകത്ത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെന്ന് മഹാപുരോഹിതനെയൊക്കെ കൊന്ന് ആ സ്ഥാനത്ത് കയറിയിരിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്ന കലാപകാരികളാണ്. അപ്പൊ മാൻ ഓഫ് ലോലെസ്നെസ് ആൻഡ് മാൻ ഓഫ് ഡിസ്ട്രക്ഷൻ, ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. ഈ മനുഷ്യൻ കാരണമാണ് യെരുശലേമിന്റെ നാശത്തിന് കാരണമായി മാറി. ഇത് അന്തിക്രിസ്തു അല്ല പ്രിയപ്പെട്ടവർ, ആന്റി ക്രൈസ്റ്റ് അല്ല ഇത്. ഇത് ഇനി നാളെ വരാൻ പോകുന്ന ആന്റി ക്രൈസ്റ്റ് ഒന്നുമല്ല. ഇത് നിങ്ങളെ കബളിപ്പിക്കുകയാണ്. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കും. ഈ മെസ്സേജ് പാസ്റ്റർമാർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇത് വിശ്വാസികൾക്ക് മാത്രമേ സന്തോഷം വരുത്തുള്ളൂ. കാരണം ജനത്തെ കബളിപ്പിക്കുന്ന, ജനത്തിനെതിരെ 24 മണിക്കൂർ ഇത് പറഞ്ഞ് അവരെ വേദനിപ്പിച്ച് പേടിപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് എൻ്റെ പ്രസംഗം ദേഷ്യം വരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കലിപ്പ്, നിങ്ങൾക്ക് ഭയങ്കരമായ കോപം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ പാവപ്പെട്ട ജനങ്ങളെ, ശ്വാസം മുട്ടിച്ചാകാൻ കിടക്കുന്ന ഈ ജനങ്ങൾക്ക് ഇതൊരു ആശ്വാസമാണ്. ഞാൻ നിങ്ങളോട് പറയാം, സാധാരണക്കാരോട് ഞാൻ പറയാം, എനിക്ക് ഈ ലീഡേഴ്സിനോട് പറയാൻ ഉണ്ട്, അവരോടും പറയാനുണ്ട്.
ആദ്യം പോയി ബൈബിൾ പഠിക്കുക. ഈ ബൈബിൾ പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിനക്കെല്ലാം അറിയാം, എനിക്കറിയത്തില്ല. എൻ്റെ പൊന്നെ, എനിക്ക് മാത്രമല്ല, ലോകത്തിൽ ഒരാൾക്കും ബൈബിൾ മൊത്തം അറിയത്തില്ല. ബൈബിൾ മുഴുവൻ അറിയണമെങ്കിൽ ഒരു 500 വർഷങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടി വരും. പക്ഷെ അറിയേണ്ട കാര്യം അറിയേണ്ടത് അറിഞ്ഞേ പറ്റൂ. അറ്റ്ലീസ്റ്റ് ഒരു കാര്യം പറയാം. നിങ്ങളൊരു ഡോക്ടറെ എടുക്കാൻ പോവുക. ആദ്യമേ നമ്മൾ നോക്കുക, ഇന്ന ഡോക്ടർ, ഇന്ന ആൾ MBBS, MD, FRS, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഡിഗ്രിയാണ്. എത്രത്തോളം ഡിഗ്രി കൂടുതലുണ്ടോ അവിടെയാണ് നമ്മൾ കൂടുതൽ കൺസൾട്ടിങ്ങിന് പോകുന്നത്. വൈ? വി ട്രസ്റ്റ് ഓൺ ദാറ്റ് മാൻ, ബിക്കോസ് നമുക്കറിയാം അദ്ദേഹത്തിന് എന്തൊക്കെ അറിയാം. അല്ലാതെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഉടനെ വെള്ള ഗുളിയും ചുമന്ന മരുന്നും തരുന്ന ഒരു ഡോക്ടർ, ഏത് രോഗത്തിനും വെള്ള ഗുളിയും കിട്ടും, ചുമന്ന മരുന്നും കിട്ടും. അത് പണ്ടിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ ഒരു ഡോക്ടറിന്റെ അടുക്ക് നിങ്ങൾ പോകും. ചെന്ന ഉടനെ എന്തുവേടെ പനി, എങ്കിൽ ശരി, എഴുതിയാൻ കൊടുക്കും. ഒരു യഥാർത്ഥ ഡോക്ടർ അങ്ങനെ ചെയ്തില്ല. ഈ വിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, അതെന്താണെന്ന് നോക്കും, ചെക്ക് ചെയ്യും. വാട്ട് ഇസ് ദ റീസൺ ഫോർ ദിസ് സിക്നസ്? ഈ പനിയുടെ കാരണം എന്താണ്? ഇതിന്റെ പിറകിൽ എന്ത് വൈറസ് ഉണ്ട്? ബുദ്ധിയുള്ള ഡോക്ടർ, അങ്ങനെ പഠിച്ചവൻ. ഒരു ഡോക്ടർ നമ്മുടെ ശരീരത്തിന്റെ രോഗത്തിന്, ശ്രദ്ധിച്ചേക്കണം, ഒരു ശരീരത്തിന്റെ രോഗത്തിന് വിദ്യാഭ്യാസമുള്ള, അറിവുള്ള, കഴിവുള്ള, പ്രാപ്തിയുള്ള ഡോക്ടറുടെ അടുക്കൽ നമ്മൾ പോകുന്നെങ്കിൽ നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ട സത്യങ്ങൾ മനസ്സിലാക്കാൻ എന്തിന് നിങ്ങൾ ഈ വ്യാജന്മാരുടെ കൂടെ പോകും? വേദപുസ്തകം അറിയാത്ത, ഉൽപ്പത്തി മുതൽ അറ്റ്ലീസ്റ്റ് വെളിപ്പാട് പുസ്തകം വരെ അറിയാത്ത ഒരു പാസ്റ്ററെയും നിങ്ങൾ എന്റർടൈൻ ചെയ്യരുത്. ഒരു പ്രവാചകനെയും ചർച്ചയ്ക്കയറ്റരുത്. ഞാനീ പറഞ്ഞ് ശ്രദ്ധിക്കുക. ഒരു ബൈബിൾ അറിയാത്ത, ബൈബിളിനെ കുറിച്ച് കോമൺ സെൻസ് എങ്കിലും വേണം അറ്റ്ലീസ്റ്റ്, ഇല്ലാത്ത ഒറ്റ പാസ്റ്ററിന്റെ ചർച്ചിൽ പോകരുത്. ഇന്ന് അങ്ങനെയുള്ള ചർച്ചിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി ഓടിക്കണം. ഓട്. വീട്ടിൽ ഇരുന്നിട്ട് സ്തോത്രം പറഞ്ഞാൽ മതി. സ്വർഗത്തിൽ പോകാൻ ഇവരുടെ അടുക്കലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഡോണ്ട് ഗോ ആഫ്റ്റർ ദീസ് വ്യാജന്മാരുടെ കൂടെ. വ്യാജൻ എന്ന് പറഞ്ഞാൽ തിരിച്ചരിക്കരുത്. ബൈബിൾ അറിയാത്ത, അല്ലെങ്കിൽ മെഡിസിനെ പഠിക്കാത്ത, ശരീരത്തിന്റെ ശാസ്ത്രം പഠിക്കാത്ത, രോഗങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത ഒരു ഡോക്ടർ അടുക്കൽ പോകാൻ മടിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ബൈബിൾ പോലും അറിയാത്ത സങ്കീർത്തനം മാത്രം വായിക്കുന്നവന്റെ കുറെ പോകുന്നു? വേ ആർ ഗോയിങ് ആഫ്റ്റർ ദാറ്റ്? ഇന്ന് ഈ എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിമിഷം നിങ്ങൾ ആ ചർച്ചയിൽ നിന്ന് പുറത്ത് ഓടിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ ഞാൻ നിങ്ങൾക്ക് സൂചന തരാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ ആണ് അവരുടെ പണം വാങ്ങുക ലക്ഷ്യമാണെങ്കിൽ, ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ ദശാംശം, നിങ്ങളുടെ പണം, നിങ്ങളുടെ പണത്തിന്റെ പുറത്താണ് ആ ദൈവദാസനെ കണ്ണെങ്കിൽ റൈറ്റ് നൗ ശൂന്യമാക്കുന്ന നമ്മുടെ അയച്ചത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നു എന്ന് മറന്നു പോകരുത്. ഇറങ്ങി ഓടിക്കണം. ഞാൻ അലിഗോറിക്കലി സംസാരിക്കും. വിഷമിക്കല്ലേ പ്ലിയ, അറ്റ്ലീസ്റ്റ് പഠിക്കും. വേദപുസ്തകം പഠിക്കാത്ത നീ ഇനി പാസ്റ്റർ ആവരുത്. ഇറങ്ങിപ്പോ. ജനത്തെ കബളിപ്പിക്കാതെ, വ്യാജ ഡോക്ടർ ആകാതെ പോ. ഗെറ്റ് ഔട്ട് ഫ്രം ദ ചർച്ച് ആൻഡ് ലീവ് ദ പീപ്പിൾ. എല്ലാ ഞായറാഴ്ചയും വെള്ള ഗുളികയും ചുമന്ന മരുന്ന് ഇത് കൊടുക്കുന്ന നിർത്ത്. സ്റ്റോപ്പ് ഇറ്റ്. നിനക്ക് എന്നോട് ദേഷ്യം വരുമായിരിക്കും, നിങ്ങൾക്ക് എന്നോട് കലിപ്പ് വരുമായിരിക്കും. നിങ്ങൾക്ക് കലിക്കണം. നിങ്ങൾ കലിക്കണം. SSLC തോറ്റുപോയ സാറ് പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്റെ പിള്ളേരെ വിടുവോ നീ? ഇല്ലല്ലോ. വ്യാജ ഡോക്ടർ ചികിത്സിക്കുന്ന ക്ലിനിക്കിൽ നിങ്ങൾ ചികിത്സിക്കാൻ പോകും? ഇല്ലല്ലോ. Then why you are going after the people, those who do not know the Bible? 24 hours, 24 മണിക്കൂറും എല്ലാ ഞായറാഴ്ചയും സങ്കീർത്തനം. കാരണം ഈസിയാ. കരച്ചില്, പിടിച്ചില്, അടി, കൊല്ലുക, വെട്ടുക. Leave it. Leave that church. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ പോകും. എന്നോട് പിണങ്ങരുത്. നിങ്ങളുടെ ചർച്ച് ഇസ് കമ്പൽസറി, കർശനമായിട്ട് ദശാംശം പിരിക്കുന്നെങ്കിൽ, ഞാൻ പറഞ്ഞത് കേൾക്കണം, ദശാംശം പിരിക്കുന്നെങ്കിൽ. ദശാംശം കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ ദൈവം ശിക്ഷിക്കും. ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ വന്നാൽ അത് ഡോക്ടർക്ക് കൊടുക്കേണ്ടി വരും. ദശാംശം കൊടുക്കുന്നവന്റെ കാലൊടിഞ്ഞു പോയി. ദശാംശം എടുത്ത് തിന്നവന്റെ വീടിന് തീ പിടിച്ചു പോയി. ദശാംശം കൊടുക്കാത്തത് കൊണ്ട് അവന്റെ വണ്ടി ആക്സിഡന്റ് ആയി. ഇങ്ങനൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ദശാംശം പിരിക്കുന്ന മുഴുവൻ ചർച്ചും ബോയ്ക്കോട്ട് ചെയ്യണം. ഗെറ്റ് ഔട്ട് ഫ്രം ദാറ്റ് ചർച്ച്. ദാറ്റ് ഈസ് നോട്ട് ചർച്ച് ഓഫ് ഗോഡ്. ഞാൻ അതിനിങ്ങനെ ഇട്ടിരിക്കുന്നത് എൻ്റെ ഒരു വേർഷനിൽ, ദാറ്റ് ഈസ് ദ ചർച്ച് which is carrying the abomination of God. Abomination. ശൂന്യമാക്കുന്ന മ്ലേച്ഛതയാണത്. Even today the church is seeing that. Get out of that church. എന്നിട്ട് കർത്താവിനെ സ്നേഹിക്കുന്ന, തിരുവെഴുത്തുകളെ
ഉള്ളതുപോലെ, എല്ലാം അറിയാമെന്നല്ല, ഉള്ളതിനെ ഉള്ളതുപോലെ പറയുന്ന, ദൈവമക്കൾ എന്ന് പറയുന്ന ആടിനെ അറുത്ത് തിന്നാത്ത, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ദൈവദാസന്മാരുടെ കൂടെ അവരെ കണ്ടെത്തണം. നിങ്ങളുടെ ദേശത്തോട് ഇഷ്ടം പോലെ ഉണ്ട്, കണ്ടെത്തണം. അവർക്ക് ഫേമസ് ഇല്ല, അവരുടെ ഫേസ് ഒരുപക്ഷെ യൂട്യൂബിൽ കാണത്തില്ല, അവരുടെ ഫേസ് ഒരുപക്ഷെ ഫേസ്ബുക്കിൽ കാണത്തില്ല, അവർ ടെലിവിഷനിൽ വരാറില്ല, അവർ കൺവെൻഷൻ വേദിയിലും കാണത്തില്ല. ബട്ട് ദേ ആർ ട്രൂ മാൻ ഓഫ് ഗോഡ്. യഥാർത്ഥ ദൈവദാസന്മാർ നമ്മുടെ ദേശത്തുണ്ട്. ഫൈൻഡ് ഔട്ട് and go after them and see Jesus. And this is a warning to the church. I'm telling the truth. ഇത് ദൈവം എന്നോട് വന്ന് പറഞ്ഞൊന്നുമല്ല, എൻ്റെ ഹൃദയത്തിൽ എനിക്ക് മനസ്സിലായ സത്യമാണ്. പരിശുദ്ധാത്മാവിനോട് എനിക്കങ്ങനെ ഞാൻ പറയത്തൊന്നുമില്ല. പരിശുദ്ധാത്മാവിനോട് ചിലപ്പോഴൊക്കെ സംസാരിക്കാറുള്ളൂ, വളരെ റയർ. ദൈവം എന്നോട് പറഞ്ഞു. ഐ ഡോണ്ട് വാണ്ട് ടു സേ ലൈക്ക് ദാറ്റ്. ഞാൻ ബൈബിളിൽ മനസ്സിലാക്കിയ തിരുവെഴുത്തുകളിൽ നിന്ന് എനിക്ക് ഗ്രഹിക്കാൻ പറ്റിയ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ബിവെയർ ഓഫ് ദാറ്റ് ചർച്ച്. സോ വ്യാജന്മാരെ സൂക്ഷിക്കും. ബൈബിൾ അറിയാത്ത, പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യമാണ് പറയാം, ലേഖനങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ അറിയാത്ത ചർച്ച് വിട്, ഗെറ്റ് ഔട്ട്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള ലേഖനങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത, പഠിപ്പിക്കാൻ കഴിയാത്ത ഒരു പാസ്റ്ററാണ് നിങ്ങളുടെ പാസ്റ്ററെങ്കിൽ ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് ചർച്ച്. പുറത്തു. എൻ്റെ പ്രസംഗം ഇതല്ല, പക്ഷെ എൻ്റെ മെസ്സേജ് ഇതുമല്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞതിനിടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ, കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുക. നാശയോഗ്യൻ തിരിച്ചു വരിക, അധർമ്മമൂർത്തി. ഇതാരാന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളതിന് ഊഹിച്ചു നോക്കി. ഇവൻ എന്താ ചെയ്യുന്ന നോക്കി. നാശയോഗ്യനും അധർമ്മമൂർത്തിയാനും വെളിപ്പെട്ട് വരും. അതാ റിവോൾട്ട് വരും. അതിൻ്റെ കൂടെ ഈ കക്ഷിയും കൂടെ വരും. അതാ മാൻ ഓഫ് ഡിസ്ട്രക്ഷൻസ്, മാൻ ഓഫ് ലോലെസ്നെസ്. മാൻ ഓഫ് ലോലെസ്നെസ്, വേർ ഈസ് ദ ലോ? ഈ പ്രപഞ്ചത്തിൽ എവിടെയാ ദൈവത്തിന്റെ നിയമമുള്ളത്? ഇറ്റ് ഈസ് എമംഗ് ദ ജൂയിഷ് പീപ്പിൾ, ഇസ്രായേൽ, the first covenant people under the law. That man of destruction is the man of lawlessness. He's not Antichrist. Maybe his nature is Antichrist. Antichrist ക്രിസ്തുവിന് വിരുദ്ധമായാണ് എങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്ന മാൻ ഓഫ് ലോലെസ്നെസ്, നിയമങ്ങളെ പാലിക്കാത്ത, ദൈവ നിയമങ്ങളെ മതിക്കാത്ത, ന്യായപ്രമാണത്തിന് വില കൊടുക്കാത്ത ഇയാൾ ശ്രദ്ധിച്ചു നോക്കിയേ. അധർമ്മമൂർത്തിയുടെ പ്രത്യേകത, അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് അടിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഒരൊറ്റ വാക്യം കാരണമാണ് നമ്മുടെ സയോണിസ്റ്റ് മൂവ്മെന്റ്സ്, എസ്പെഷ്യലി എന്താ പറയുന്നത്, ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് ആൻഡ് പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ്സ് ആർ ഓൾവേസ് വെയിറ്റിംഗ് ഫോർ ദ തേർഡ് ടെമ്പിൾ. അവരെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊണ്ട് ആലയം പണിയിപ്പിക്കാൻ പോവോ? എന്തിനെന്നറിയോ? പെട്ടെന്ന് പണിയടോവേ. എന്തിനാ? അധർമ്മമൂർത്തി വെളിപ്പെടണ്ടേ. അധർമ്മമൂർത്തി വെളിപ്പെടണേ എവിടെ പോയി ഇരിക്കും? റെസ്റ്റോറൻറ്റിലല്ല ഇരിക്കുന്നത്. ഈസ് ഇൻ ദ ടെമ്പിൾ. ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട്. ഇപ്പോൾ ഇത് എഴുതുമ്പോൾ ഏത് ദേവാലയത്തെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ എഴുതി വെച്ചിരിക്കുന്നത്? ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഏതോ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ടെമ്പിൾ അല്ല. പോൾ എഴുതുന്ന സമയത്ത് ഏകദേശം എനിക്കൊന്നൊരു AD 56 ശേഷമാണ് ഇത് എഴുതിയത്. ആ സമയത്ത് ഒരു ടെമ്പിൾ ഭൂമിയിലുണ്ട്. there are 3 temples ഭൂമിയിലുള്ളൂ പ്രിയപ്പെട്ടത്. ബൈബിളിൽ 3 ടെമ്പിളേ ഉള്ളൂ. നമ്പർ 1, the temple of Jerusalem, Solomon temple. It was destructed by Babylon. BC 583 അത് തകർക്കപ്പെടുന്നു ആ കാലഘട്ടത്തിൽ. then after Ezra, Nehemiah, Zerubbabel, പിന്നെ ഇവരെല്ലാം കൂടെ തിരികെ വരുന്നുണ്ട്. സെരുബാബേലിന്റെ ആലയം എന്നൊരു ആലയമുണ്ട്, സ്മോൾ ബിൽഡിംഗ്. അവരുടെ ആ പരിമിതിയിൽ, പോവർട്ടിയിൽ ഉണ്ടാക്കിയ സെരുബാബേലിന്റെ ആലയം. ദാറ്റ് ടെമ്പിൾ വാസ് മോഡിഫൈഡ് ആൻഡ് അതിനെ മാറ്റം വരുത്തിയത് ഹെറോദിന്റെ ടെമ്പിൾ. ദാറ്റ് ഇസ് എ സെക്കൻഡ് ടെമ്പിൾ. ദ സെക്കൻഡ് ടെമ്പിൾ ഏകദേശം 46 ഇയേഴ്സിൽ പണിതു എന്ന് എഴുതിയിരിക്കുന്നു. നമ്മളത് ജോൺ ചാപ്റ്റർ 2 വായിക്കാൻ പറ്റും. സോ ആദ്യത്തെ ടെമ്പിൾ ശലോമോന്റെ ആലയം, രണ്ടാമത്തെ ആലയം ഹെരോദാവിന്റെ ആലയം. ഹെരോദാവിന്റെ ആലയം ഇരുന്ന കാലഘട്ടത്തിലാണ് ക്രൈസ്റ്റ് ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോസ്റ്റൽസിന്റെ കാലഘട്ടത്തിൽ നിലവിലുള്ള ടെമ്പിൾ ഹെരോദ പണിത ടെമ്പിളാണ്. അതിന്റെ പണി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് വാസ് എ മാസീവ്, എ ജയന്റ് കൺസ്ട്രക്ഷൻ, ബ്യൂട്ടിഫുൾ കൺസ്ട്രക്ഷൻസ്. സോ അതുകൊണ്ടാണ് യേശുക്രിസ്തു അതിനെ നമുക്ക് പറഞ്ഞത്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൊളിയുന്ന കാലം വരുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഹെറോദിന്റെ ആലയം എന്ന് പറയുന്നത് രണ്ടാമത്തെ ആലയം. മൂന്നാമത്തെ ആലയം എന്ന് പറയുന്നത് ദ ടെമ്പിൾ ഓഫ് ക്രൈസ്റ്റ്.
അല്ലെങ്കിൽ ദ ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിൽ അവന്റെ രക്തത്താൽ കഴുകപ്പെട്ട് അവൻ അവിടുന്ന് അപ്പോസ്തലന്മാരിലും പ്രവാചകന്മാരിലും പടുത്തുയർത്തിയ ആത്മീക ഗ്രഹമായ സഭ, അതാണ് മൂന്നാമത്തെ ആലയം. അത്ര ആലയ ബൈബിളിലുള്ളൂ. എന്തായാലും അധർമ്മമൂർത്തി വന്നിരിക്കുന്നത് യേശുവിന്റെ ആലയത്തിലല്ല, ചർച്ച് ഓഫ് ഗോഡിലല്ല. അധർമ്മമൂർത്തി ഇരിക്കേണ്ടത് ടെമ്പിൾ ഓഫ് ഗോഡ്, ദാറ്റ് ഇസ് ജെറുസലേം. When Paul wrote that letters, Jerusalem temple was existing. അപ്പൊ അധർമ്മമൂർത്തി എവിടെ വന്നിരിക്കും? ദേവാലയത്തിൽ വന്നിരിക്കുന്നു. അപ്പം ഇപ്പൊ ദേവാലയം ഇല്ല, അതുകൊണ്ട് അധർമ്മമൂർത്തിക്ക് വരാൻ പറ്റത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ യെരൂശലേമിൽ ദേവാലയം എന്തിനാ പണിയുന്നത്? എന്റെ ദൈവമേ, ചില ആളുകൾ പറയുന്നത് കേട്ടാ ചിരി വരും. അവിടെ വീണ്ടും വർഷിപ്പ് ആരംഭിക്കുന്നു, വീണ്ടും യെരൂശലേം യഹൂദൻ. എന്റെ സഹോദര, യഹൂദനും ജാതികൾക്കും എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷ കാൽവറി പൂർത്തിയായി. അല്ലാതെ യഹൂദന് വേണ്ടി ഒരു പുതിയ പരിപാടി ഇല്ല. ഇത് കബളിപ്പീരാണ്. ഈ ബ്രദറങ്കാരും ഈ പെന്തക്കോസുകാരെല്ലാം കൂടെ നിങ്ങളെ കളിപ്പിക്കുകയാണ്. ഇങ്ങനൊരു സംഭവം ഇല്ലെന്ന്. കാരണം ദൈവം തമ്പുരാൻ പ്രോഗ്രാം കുറച്ചു നേരം ഞാൻ അവരെന്നെ കൈക്കൊണ്ടില്ല, അതുകൊണ്ട് ഞാൻ മാറുകയാണേ, കളിയിൽ നിന്ന് മാറുകയാണേ. ഇനി ഞാൻ ചർച്ചിലോട്ട് വരിക, നീ ചർച്ച് പണിതിട്ട് ചർച്ചിനെടുത്തുണ്ട് സ്വർഗത്തിലോട്ട് പോയിട്ട് പിന്നെ ഞാൻ വരുവേ. കണ്ടേ, ഒളിച്ചു കളിയാണോ ഇത്? വാട്ട് ഈസ് ദിസ്? യഹൂദൻ ആര് പറഞ്ഞു യഹൂദൻ കൈക്കൊണ്ടു? ഒന്നാമത്തെ നൂറ്റാണ്ടിലെ സഭ ആദ്യ ദിവസം പെന്തിക്കോസിൽ സ്നാനപ്പെട്ട 3000 പേരാരാ? കോഴഞ്ചേരിയിലെ കുഞ്ഞച്ചാനാണ്? അത് കുമ്പനാട്ട് ചെറിയാച്ചാനാണ്? അത് മലയാളിയാണോ? ഒന്നാമത്തെ നൂറ്റാണ്ടിൽ പെന്തിക്കോസ്തിന്റെ അന്ന് സ്നാനപ്പെട്ട 3000 പേർ യഹൂദന്മാരാണ്. ഒരു മുടന്തം നടന്നപ്പോൾ 5000 പുരുഷന്മാരാണ്, 5000 കുടുംബങ്ങളാണ്, യഹൂദന്മാരാണ്. ഇവർ പഠിപ്പിക്കുന്നു പറയുമ്പോ കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദന്മാർ ആര് പറയും? യഹൂദൻ തിരസ്കരിച്ചു. അവിശ്വാസത്താൽ ചില കൊമ്പ് ഒടിഞ്ഞുപോയി. എന്റെ അർത്ഥം ദാറ്റ് ഡസൻ മീൻ മരം പിഴുതു കളഞ്ഞെന്നല്ല. ആദാമിലൂടെ ആരംഭിച്ച ആ കവനന്റിന്റെ മരം അവിടെ ഉണ്ട്. വിശ്വാസത്തിൽ ചിലർ ഒടിഞ്ഞുപോയി, ചിലരുടെ വിശ്വാസത്തിൽ അതിനകത്ത് തുന്നി ചേർത്തു. ഇത്രയേ ഉള്ളൂ. അല്ലാതെ യഹൂദനെ തള്ളിക്കളഞ്ഞില്ല. യഹൂദനെ ദൈവം തള്ളിയിട്ടൊന്നുമില്ല. യഹൂദൻ ദൈവത്തെ തള്ളിയത്. പക്ഷെ ആദിമ നൂറ്റാണ്ടിലെ കർത്താവിന്റെ സഭ മുഴുവൻ യഹൂദന്മാരാണ്. അത് ആദ്യം മനസ്സിലായി. ലോകത്തെ എല്ലായിടങ്ങളിലും ഈ തള്ളിക്കളഞ്ഞ് പിന്നെ ചർച്ച തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെയൊക്കെ തിയോളജി എന്തോ. അപ്പം ഇനി യഹൂദൻ ഒരു രക്ഷയുള്ളൂ, അത് കാൽവറിയിലൂടെ സംഭവിച്ചു. ഇന്നും വേണമെങ്കിൽ യഹൂദൻ രക്ഷപ്പെടണം, യേശുവിൽ വിശ്വസിക്കണം. അല്ലാതെ ഇവന്മാർ ഇനി തോക്കും പിടിച്ചോ അവിടെ നടന്ന് കർത്താവ് വരുന്നു, മശിഹ വരുന്നു. ഇവിടെ ഒരു 3 പൊട്ടന്മാർ ഭൂമിയിലുണ്ട്. ഒന്ന് യഹൂദൻ. മശിഹ വീട്ടിൽ വന്നിട്ട് മനസ്സിലായില്ല, എടുത്ത് കുരിശിച്ചു. രണ്ടാമത്തെ ഗ്രൂപ്പുണ്ട്, AD 70 യേശു വന്നു എന്ന് അറിഞ്ഞിട്ടും ഇതുവരെ അറിയാത്തവരെ പോലെ നടക്കുന്ന രണ്ടാമത്തെ ക്രിസ്ത്യാനികൾ. മൂന്നാമത്തത് മശിഹ വരുമെന്ന് കാത്തിരിക്കുന്ന മുസ്ലിങ്ങൾ. ഈ 3 അവന്മാരും വാനത്ത് നോക്കി ഇരിക്കത്തേ ഉള്ളൂ. ഇതിന്റെ മറു സൈഡിൽ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ആളുകളുണ്ട്. ദേ ആർ ഫോളോയിങ് ക്രൈസ്റ്റ്, ദേ ആർ എൻജോയിങ് കിങ്ഡം, ദേ ആർ ലിവിംഗ് വിത്ത് ക്രൈസ്റ്റ്. ദാറ്റ്സ് അനദർ ജേർണി ക്രിസ്ത്യാനിറ്റി, ദ ട്രൂ ക്രിസ്ത്യാനിറ്റി. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ഓക്കെ, അപ്പം ദേവാലയത്തിൽ ഇരിക്കണം. അപ്പം അധർമ്മമൂർത്തി എവിടെ ഇരിക്കുന്നത്? വൈറ്റ് ഹൗസിലല്ല, ഇൻ ദ ടെമ്പിൾ. സോ ടെമ്പിൾ ഷുഡ് ബി ദെയർ. സോ ടെമ്പിൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇനി നിർബന്ധം എന്താ? ആലയം ഉണ്ടാക്കാൻ പോകുന്നു. ചുമന്ന പശുവിനെ ഞാൻ ഈ ചുമന്ന പശുവിന്റെ കുറേ വർഷങ്ങൾ ഞാൻ ഈ എബ്രായിക് റൂട്ട് കുറേ നാൾ പഠിച്ചാണ്. ഞാൻ എബ്രായ ഭാഷ പറഞ്ഞല്ലേ, എബ്രായിക് റൂട്ട് എല്ലാം ഒന്നും എനിക്കറിയത്തില്ല, കുറച്ചൊക്കെ അറിയാം. നമ്മുടെ സാഹചര്യങ്ങൾ അത്രയേ ഉള്ളൂ. എനിക്ക് വലിയ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കാനോ അല്ലെങ്കിൽ വലിയ കാശ് കൊടുത്ത് പഠിക്കാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ, നമ്മുടെ കിട്ടിയ പരിമിതിക്കകത്തായി ലേൺ മാക്സിമം. ഞാനും ഈ റെഡ് ഹൈഫറിന്റെ കുറേ പോയായിരുന്നു. ചുമന്ന പശുവിന്റെ പുറകെ പോയി ഇഷ്ടം പോലെ ഇതിന്റെ പുറകിലായിരുന്നു അതിനെ കണ്ടുപിടിച്ചത്. ഞാനൊരു കാര്യം പറയാം, ചുമന്ന പശുവിനെ കുറിച്ചുള്ള തമ്പുരാന്റെ പ്രോഗ്രാം തീർന്നു. ആ ചുമന്ന പശു കർത്താവാണ്. മനുഷ്യന്റെ മലിനത മാറ്റുവാൻ കഴിയാത്ത പശുഭസ്മത്തിന്റെ കാലം കഴിഞ്ഞെന്നേ. അവന്റെ നല്ല മനസാക്ഷി ശുദ്ധീകരിക്കാൻ കഴിവുള്ള പരിശുദ്ധ രക്തം വെളിപ്പെട്ട ശേഷം പിന്നെയും പശുവിന്റെ ഭസ്മത്തിന്റെ പുറകെ പോവുക എന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തിന്റെ ഗതികേട്. ആ ചുമന്ന പശുവിനെ അറുത്ത് നല്ല ബീഫ് ഉണ്ടാക്കി കഴിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ദൈവത്തിന്റെ പ്രോഗ്രാമിലൊന്നുമില്ല. അതാ നല്ലത്. അല്ലാതെ അതിനെ തടിപ്പിച്ച് കൊഴുപ്പിച്ച് വളർത്തിട്ട് കത്തിച്ചിട്ട് അതിന്റെ ചാമ്പൽ. ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് റെഡ് ഹൈഫറിന്റെ അതിന്റെ എന്താ പറയുന്നത്, മുൻപ് റിഹേഴ്സലായിട്ട് ഒരെണ്ണം കത്തിച്ചു. എന്തിനാ പോലെ നല്ലതായിട്ട് കത്തിച്ചിട്ട് അതിനെ ബാർബിക്യൂ ആയിട്ട് കഴിക്കണം, അല്ലാതെ അതിനകത്ത് വേറെ കഥയൊന്നുമില്ല. അധർമ്മമൂർത്തി എവിടെ ഇരിക്കും? ദേവാലയത്തിൽ ഇരുന്ന് അടിച്ച് ദൈവമെന്നോ പൂജാവിധി എന്നോ എന്ന പേരുള്ള സകലത്തിനു മീത് തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്ര. ഇവിടെ നോക്കിക്കാണേ, ദൈവം
എന്നോ പൂജാവിഷയം എന്ന് പറഞ്ഞാൽ ദൈവാലയ സംബന്ധമായ വിഷയം എന്നോ സകലത്തിനും മീതെ തന്നെ ഉയർത്തുന്ന എതിരാളി എന്നാൽ ഇവൻ അങ്ങോട്ട് വന്ന് ദേവാലയത്തിൽ വന്നിട്ട് ദൈവത്തെക്കാൾ വലിയ പുള്ളിയാണ്, ഇവിടെയുള്ള സിസ്റ്റത്തെക്കാൾ വലിയ ആളായിട്ട് ദേവാലയത്തിൽ ഇരിക്കുന്ന ആള്. ദാറ്റ് ഈസ് ദ മാൻ ഓഫ് ലോലെസ്നെസ്. ദാറ്റ് ഇസ് നോട്ട് ആന്റി ക്രൈസ്റ്റ്. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന എന്റെ പുണ്യ സഹോദര, ആന്റി ക്രൈസ്റ്റ് അല്ലത്. ദേവാലയവുമായി ബന്ധപ്പെട്ട ആളാണ്, ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ട ആളാണ്, ദേവാലയത്തിന് അകത്തിരുന്നിട്ട് തന്നെത്താൻ വലിയവനെന്ന് കാണിക്കുന്നവനാണ്. അടുത്ത വാക്യം നോക്കി. നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു നോർക്കുന്നില്ലയോ? അടുത്ത വാക്യം, അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കും. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കുന്നു. ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. തടുക്കുന്നത് എന്തെന്ന് ആരറിയുന്നെന്നാ? തെസലോനിക്കക്കാരറിയുന്നെന്നാ. നിങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെന്നല്ല കേട്ടോ, തെസലോനിക്കക്കാർക്ക് അറിയാമായിരുന്നു ഈ ആള് വരാതെ തടുക്കുന്നത് എന്താ. ഈ തടുക്കുന്നത് എന്താന്നതിനെ കുറിച്ച് ഒരുപാട് ആശയങ്ങളുണ്ട്. നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാനത് പറയാനായിട്ട് ശ്രമിക്കാം. തടുക്കുന്നതെന്ന് ഇപ്പോൾ തന്നെ. അടുത്ത വാക്യം, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞിടയ്ക്ക് കേട്ട ഒരാൾ പറയുന്നു, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവന് വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രമാണ് ഒരു ബ്രദറിന് അച്ചാച്ചൻ പറയാ, അപ്പച്ചൻ പറയാ. തടുക്കുന്നത് സഭയാണ്. സഭ ഇവിടുന്ന് മാറിയാൽ മാത്രമേ അധർമ്മമൂർത്തിക്ക് വെളിപ്പെടാൻ പറ്റൂ. സഭ എന്തോന്ന് തടുക്കുന്നെന്ന്? ഇന്നത്തെ സഭ പാസ്റ്ററെ തടുക്കുന്നുണ്ട്, സെൻട്രൽ പാസ്റ്ററെ തടുക്കുന്നുണ്ട്, കമ്മിറ്റി അടി ഉണ്ടാക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തടുക്കുന്നുണ്ട്. എന്തിനെ തടുക്കുന്നെന്നാ? നിങ്ങൾ കാരണം എന്താ വരാതിരിക്കുന്നത്? ആലോചിച്ച് നോക്ക്. ഇന്നത്തെ ചർച്ച് എന്തിനെ തടുക്കുന്നത്? മറ്റു ചില പറയുന്നത് അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് തടുക്കുന്നു. ബൈബിൾ അങ്ങോളം ഇങ്ങോളം വായിച്ച പരിശുദ്ധാത്മാവിന് പരിപാടിയേ ഇല്ല. പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കരുത് വാക്യമാണ്. അതിനകത്ത് എന്താ? തടുക്കാൻ കഴിവുള്ളവൻ എന്തിനാ ദുഃഖിപ്പിക്കുന്നത്? തട്ടുകൊടുക്കണ്ടേ? ഇറ്റ്സ് നോട്ട് എ ഹോളി സ്പിരിറ്റ്, ഇറ്റ്സ് നോട്ട് ദ ചർച്ച്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പോകേണ്ടതുണ്ട്. എന്തായാലും ഇത് സഭയുമല്ല പരിശുദ്ധാത്മാവുമല്ല. ഇത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഇപ്പോഴേ അപ്പൊ പൗലോസ് അപ്പോസ്തലൻ തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ AD 56 തന്നെ എന്ത് ചെയ്യാം? അവർക്ക് അധർമ്മത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ അധർമ്മമൂർത്തിയുടെ വരവിന്റെ ലക്ഷണങ്ങൾ വെളിപ്പെട്ടു. 2000 വർഷമായിട്ടും ആ മർമ്മം ഇതുവരെ വന്നില്ലേ? അപ്പൊ തടുക്കുക. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ച മാൻ മെയ്ഡ് ഡോക്ട്രിൻസ്. ഇതിനൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഓഡിയൻസ് റെലവൻസ് ഉണ്ട്. തെസലോനിക്കരായത് വായിക്കുന്നത്, തെസലോനിക്കർക്ക് മനസ്സിലാകണ്ടേ, തെസലോനിക്കരുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, കർത്താവിന്റെ വരവിനെ സംബന്ധിച്ചും അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷ സംബന്ധിച്ചുള്ള തെസലോനിക്കർക്ക് കൊടുത്ത മുന്നറിയിപ്പ് നമ്മളെ സംബന്ധിച്ച കാര്യമല്ല, മറിച്ച് അത് അവർക്ക് സംഭവിക്കേണ്ട കാര്യമാണ്. അവർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പാണ്. കാരണം അവരുടെ കാലത്ത്, അവരുടെ തൊട്ടടുത്ത ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ആ ലേഖനം എന്ന് മറക്കരുത്. അതുകൊണ്ട് കർത്താവിന്റെ വരവ് സംഭവിച്ച ആരും ലെറ്റർ കൊണ്ട് നമ്മളെ തെറ്റിക്കത്തില്ലെന്ന് അറിയാം. കാരണം നമ്മളുടെ കർത്താവിന്റെ വരവ് ലെറ്റർ കൊണ്ട് ഒതുങ്ങത്തില്ല. നമ്മുടെ കർത്താവിന്റെ വരവ് വിമാനം തലയും കുത്തി വീട്, ട്രെയിൻ പാളം തെറ്റിപ്പോയി, വാഹനങ്ങളെല്ലാം കൂട്ടിയിട്ട് പാസ്റ്റർമാരെല്ലാം കൂടെ ഉള്ള ഡ്രസ്സെല്ലാം കൂടെ കളഞ്ഞിട്ട് പറന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന rapture സംഭവിക്കാതെ not expecting. Nobody can deceive us because we believed such a narration. So don't forget, അധർമ്മമൂർത്തി ആരാണെന്നത് ദേവാലയെ സംബന്ധിച്ചതാണ്. നിങ്ങൾക്കൊരു ചെറിയ ചിന്തയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ പറയാം. അതുപോലെ കാര്യങ്ങൾ ഞാൻ മറക്കരുത്, ഞാൻ ഇടയ്ക്ക് വെച്ച് സംസാരിച്ച കാര്യം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. സോ ഫോർ യു ചൂസ് എ ചർച്ച്, അത് നിങ്ങൾക്ക് പിള്ളേരെ കെട്ടിക്കണം. ഇതൊന്നും അല്ല വിഷയം. ഈ ഭൂമിയിൽ പിള്ളേരെ കെട്ടിക്കുന്നതും ശവം അടക്കുന്നതല്ല ഏറ്റവും വലിയ വിഷയം. യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ്, ക്രിസ്തുവിന്റെ പരിചരണത്തിൽ വളരുന്നതാണ്. സോ അതിന് തത്തുല്യമായ സഭകൾ, ആത്മീയാലയങ്ങൾ കണ്ടെത്തുക, അവിടെ ആരാധിക്കാൻ പോവുക. എത്രയും വേഗം ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത കിടക്കുന്ന സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെടുക. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.